ഹായ് ഗായ്സ്, പ്ലസ് വൺ റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്തു എന്ന് തന്നെയാണ് വിശ്വാസം. നിങ്ങൾ റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ താഴെ സാറ്റിസ്ഫൈഡ് ഒന്ന് കമന്റ് ചെയ്യണേ. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല, നമുക്കൊരു സർവേ നോക്കാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണേ. മറ്റൊരു കാര്യം കൂടി, നമ്മളെ പ്ലസ് ടു ചാനലായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പ്ലസ് ടു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പ് വരുത്തുക, ഒന്ന് ലൈക്ക് അടിക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഇപ്പം തന്നെ വീഡിയോ അയച്ചു കൊടുക്കുക, വളരെ യൂസ്ഫുൾ വീഡിയോ ആണ്. റിസൾട്ട് വന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, നിങ്ങൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങൾ തോൽക്കില്ല. ഡോണ്ട് വറി, പ്ലസ് വണ്ണിൽ തോൽവി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. ബി ഹാപ്പി. അത് പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി. എന്നിരുന്നാലും സ്കൂളുകളിലൊക്കെ വളരെ പ്രചാരത്തിലുള്ളൊരു വേർഡാണ് ഡബിൾ പാസ്. പ്ലസ് വണ്ണിൽ പാസ്സായി എന്നല്ല, പ്ലസ് വണ്ണിൽ ഡബിൾ പാസ്സായി എന്ന് പറയും. എന്താണ് ഈ ഡബിൾ പാസ് എന്നും അതെങ്ങനെ ചെക്ക് ചെയ്യാനും ഡബിൾ പാസ് ആയാലുള്ള ഗുണങ്ങളും അതിൻ്റെ ചില പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞുതരാം. സോ മുഴുവൻ കാണാം, വീഡിയോ മുഴുവൻ കാണാം, സ്കിപ്പ് ചെയ്ത് ഡോണ്ട് വറി, മുഴുവൻ കാണാം. പ്ലസ് വണ്ണിലാണെങ്കിലും പ്ലസ് ടുവിനാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും തിയറി എക്സാം TE എന്നാണ് നിങ്ങൾ ആ ഒരു റിസൾട്ട് നോക്കിയ സമയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ കൂടെ CE എന്നുണ്ടാവും, കണ്ടിന്യൂസ് ഇവാലുവേഷനുമാണ്. അതിൽ CE നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം 20 ആ ഒരു മാർക്ക് ഉണ്ടാവാം. ഓക്കെ, TE രണ്ട് രീതിയിലുണ്ട്. ലാബുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 60 ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ അല്ലെങ്കിൽ CS. ഈ പറഞ്ഞത് CE എത്ര, TE നിങ്ങൾ എഴുതി എത്രയില്ല പ്ലസ് വണ്ണിൽ വാങ്ങുന്നത് 60. അതേപോലെ പ്ലസ് ടുവിൽ നിങ്ങൾ എത്രയാണ്, 60 മാർക്ക് വാങ്ങാൻ പോകുന്നത് കേട്ടോ എഴുതിയിട്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ, CS. ബാക്കി 2 സബ്ജക്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയാ? അത് ഒന്ന് ഇംഗ്ലീഷാണ്, ഒന്ന് ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾ 80 എഴുതി വാങ്ങേണ്ടത് അല്ലേ. ഇതല്ലേ പരിപാടി. സെക്കൻഡ് ഇയറിലും അത് അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് ഇയറിലും 80 നിങ്ങൾ എഴുതി വാങ്ങേണ്ടത് കേട്ടോ. ശരി, ഇനി എപ്പോഴാണ് ഡബിൾ പാസ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അങ്ങനെ ഒരു നിയമം ഉണ്ട്, അത് എവിടെ ഇല്ല എന്നുള്ളൂ. ശരിക്കും നിങ്ങൾ പ്ലസ് വണ്ണിൽ 18 മാർക്ക് വാങ്ങണം എന്നാണ്. 18 മാർക്ക് മിനിമം നിങ്ങൾ എഴുതി വാങ്ങണം. C കൂട്ടോ ഇല്ല. ഇപ്പം നിങ്ങൾ റിസൾട്ട് എത്രയാവുന്നുണ്ടാവുക, ടോട്ടൽ 80 അപ്പോൾ പലരും വിചാരിക്കും, സാറേ എനിക്ക് എന്തുണ്ട്, എനിക്ക് C മാർക്ക് മാത്രം 20 ഉണ്ട് അല്ലെ 19, അപ്പോൾ ഞാൻ ഡബിൾ പാസ് ആയില്ല, ഞാൻ പ്ലസ് വണ്ണിൽ പാസ്സായി. ആക്ച്വലി കണക്ക് കൂട്ടില്ല കേട്ടോ. പ്ലസ് വണ്ണിലെ എഴുതി വാങ്ങേണ്ട മാർക്ക് എന്താ, 18. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എഴുതി വാങ്ങേണ്ട മാർക്ക് എത്രയാണ്, 18. അപ്പോൾ പ്ലസ് വണ്ണിലും 18 വാങ്ങണം, പ്ലസ് ടുവിലും 18 വാങ്ങണം. അപ്പോൾ ടോട്ടൽ 36 മാർക്ക്. രണ്ടിനും കൂടി 60 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 120 നിങ്ങൾ ടോട്ടൽ 36 മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സബ്ജക്റ്റ് പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ പാസ്സാവുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പ്ലസ് വൺ പ്ലസ് ടുവിൽ പാസ്സാവുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടി കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര മതി, 36 മാർക്ക് മതി. ഡോണ്ട് വറി. പ്ലസ് വണ്ണിൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ 17 മാർക്കാണ് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണിൽ തോറ്റോ? ആക്ച്വലി പ്ലസ് വണ്ണിൽ തോൽവിയില്ല. നിനക്ക് ഇനി എന്ത് വേണം, നിങ്ങൾ എന്ത് ചെയ്യണം, 17 മാർക്ക് ഇപ്പോൾ ഫിസിക്സിന് എഴുതി വാങ്ങിയ ഒരാളാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ നിനക്ക് ഇനി എത്ര വേണം, 36 ഇനി എത്ര വേണം, 18 പോരാ 19 വാങ്ങണം അല്ലേ. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ 19 വാങ്ങിയാൽ രണ്ടും കൂടി കൂട്ടി ടോട്ടൽ 36 ആ 36 ഉണ്ടായാൽ മതി. എത്രയാണ്, 120 നിങ്ങൾ ആ സബ്ജക്റ്റിൽ പാസ്സാവും കേട്ടോ. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾ എങ്ങാനും കുറച്ച് മാർക്ക് കുറഞ്ഞ് വാങ്ങിയാലോ കുറച്ച് നിങ്ങൾ പേടിക്കുന്നു, ഇവിടെ സെക്കൻഡിൽ കൂടുതൽ വാങ്ങിയാൽ മതി. പക്ഷേ ഡബിൾ പാസ് എപ്പോഴാണ് കൺസിഡർ ചെയ്യുക, ആ ടോട്ടൽ കിട്ടേണ്ട 36 പ്ലസ് വണ്ണിൽ തന്നെ വാങ്ങുക. അപ്പോൾ പ്ലസ് വണ്ണിൽ തന്നെ നിങ്ങൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ കേസാണ് എടുത്ത് പറഞ്ഞത്. 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ കേസാണ്. 80 മാർക്ക് എഴുതി വാങ്ങുന്ന കേസിൽ ഇതിൻ്റെ നമ്പർ എത്ര അറിയോ, 24. പ്ലസ് വണ്ണിൽ 24, പ്ലസ് ടുവിൽ 24. അപ്പോൾ അതിൻ്റെ കേസിൽ ടോട്ടൽ എത്ര നിങ്ങൾ എത്ര എഴുതി വാങ്ങേണ്ടത്, ടോട്ടൽ നിങ്ങൾ 160 എത്ര വാങ്ങണം, ടോട്ടൽ നിങ്ങൾ 48 മാർക്ക് വാങ്ങണം. അതായത് പ്ലസ് വണ്ണിലെ 24, സെക്കൻഡിലെ 24 കൂടി ഈ വർഷം നിങ്ങൾ എഴുതി 48 വാങ്ങി നിങ്ങൾ ഡബിൾ പാസ്സാവും. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, പറഞ്ഞുതരാം എങ്ങനെ ചെക്ക് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഒരു എക്സാമ്പിൾ അടക്കം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ ഫിസിക്സിൻ്റെ കേസ് എടുക്കാം. നിങ്ങൾ അതിലെ TE ഇപ്പോൾ വന്നിരിക്കുന്നതിൽ TE നോക്കാം. CE നോക്കണ്ട, CE നോക്കിയാൽ വേണ്ട. നിങ്ങൾക്ക് രണ്ടും കൂടി കൂട്ടി 18 കൂടിയിട്ട് 36 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഡബിൾ പാസ് ആണ്. ഓക്കെ സാർ, എനിക്ക് കെമിസ്ട്രിയിൽ ഞാൻ എഴുതിയിട്ട് 35 ഉള്ളൂ, നിനക്ക് ഡബിൾ പാസ് ഇല്ല. അതിലെന്തില്ല, ഡബിൾ പാസ് ഇല്ല എന്നാണ് അതിനർത്ഥം. അയ്യോ, അപ്പോൾ ഞാൻ തോറ്റോ? ഇല്ല. നീ സെക്കൻഡ് ഇയറിൽ നിനക്ക് ഇനി എത്ര മാർക്ക് മതി, 1 മാർക്ക് മതി. ഈ വർഷം ഫിസിക്സിൽ 36 മാർക്ക് എഴുതിയ ആൾ സെക്കൻഡ് ഇയറിൽ 1 മാർക്ക് പോലും എഴുതി വാങ്ങിയില്ലെങ്കിലും അവന് ടെക്നിക്കലി പാസ്ഡ് ആണ്. പക്ഷേ അങ്ങനെ ആരും ചെയ്യാൻ പോകുന്നത്, സെക്കൻഡ് ഇയറിൽ 1 മാർക്കെങ്കിലും വാങ്ങുമല്ലോ. ഇനി ഫസ്റ്റ് ഇയറിൽ 35 മാർക്ക് എഴുതി വാങ്ങിയ ആൾക്ക് സെക്കൻഡ് ഇയറിൽ ഇനി 1 മാർക്കും കൂടി എഴുതി വാങ്ങിയാൽ മതി. ബാക്കി പ്രാക്ടിക്കലായിട്ടും അല്ലാതൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നോക്കിക്കോ, ചെക്ക് ചെയ്യുക, കൺഫ്യൂഷൻ ഉള്ളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതൊരു കുട്ടിയുടെ റിസൾട്ടാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് എത്ര മാർക്കിൻ്റെതാ, ഇംഗ്ലീഷ് 80 മാർക്കിൻ്റെ പേപ്പറാണ്. അപ്പോൾ അവന് ഡബിൾ പാസ് വേണമെങ്കിൽ എത്ര വേണം,
48 മാർക്ക് +1 എഴുതി വാങ്ങണം. അപ്പോൾ അവൻ്റെ TE ഞാൻ ചെക്ക് ചെയ്യും. CBART നോക്കണ്ട, അവൻ 72 മാർക്കുണ്ട്. യെസ്, അവൻ ഡബിൾ പാസ് ആണതിൽ. ഇംഗ്ലീഷ് അവൻ ഡബിൾ പാസ് ആയിക്കഴിഞ്ഞു. ഇംഗ്ലീഷ് എന്തായി? ഇംഗ്ലീഷ് ഡബിൾ പാസ് ആയിക്കഴിഞ്ഞു കേട്ടോ. കാരണം 72 മാർക്ക് എഴുതി വാങ്ങിയിട്ടുണ്ട്. നോ വറീസ്, സെക്കൻഡ് ഇയറിൽ അവന് ഇംഗ്ലീഷ് എക്സാം അറ്റൻഡ് ചെയ്യണം. പക്ഷേ മാർക്കൊന്നും വാങ്ങിയില്ലെങ്കിൽ അവന് അവിടെ TE തിയറി എക്സാം പാസ്സായി. ഹിന്ദി ചെക്ക് ചെയ്യാം. ഹിന്ദി 80 കേട്ടോ. ഹിന്ദി എഴുതിയിട്ട് ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡബിൾ പാസ്സായി. ഡോണ്ട് വറി, ഈ 40-നേക്കാൾ കൂടുതലായി. ഇനി അടുത്തത് ഈ ഫിസിക്സ് ആണ്. ഫിസിക്സ് 60 മാർക്കിൻ്റെ എക്സാമാണ്. എത്ര വേണ്ടത്? 36. 48 വേണ്ടത് 36 ആണ്. ഈ കുട്ടി എഴുതിയിട്ട് 49 മാർക്ക് വാങ്ങി. യെസ്, അപ്പോൾ ഡബിൾ പാസ് ഫിസിക്സിൻ്റെ കേസിലുണ്ട്. അപ്പോൾ എല്ലാം പാസ്സായിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. കെമിസ്ട്രിയുടെ കേസിൽ അതും 60 മാർക്കിൻ്റെ എക്സാം, 54 മാർക്ക് എഴുതി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഡബിൾ പാസ്സാണ്. അപ്പോൾ എല്ലാം പാസ്സായിട്ടുണ്ടോ? ബയോളജി 43, സ്റ്റിൽ ബയോളജി 60 മാർക്കിൻ്റെ എക്സാമാണ്. അതും ആ കുട്ടി ഡബിൾ പാസ്സാണ്. പക്ഷേ ആ കുട്ടിയുടെ ഈ എക്സാമ്പിൾ നോക്കുക, മാത്സ് നോക്കുക. മാത്സ് 60 മാർക്കിൻ്റെ എക്സാമാണ്. ആ കുട്ടിക്ക് 32 ഉള്ളൂ. ആ കുട്ടി മാത്സിന് മാത്രം ഡബിൾ പാസ് അല്ല. അതായത് മാത്സിന് സെക്കൻഡ് ഇയറിൽ അവന് എത്ര മാർക്ക് കൂടി വേണം? 4 മാർക്ക് കൂടി വേണ്ടി വരും. അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടി വിചാരിക്കുന്നു. അത്ര വളരെ സിമ്പിൾ. 60 മാർക്കാണെങ്കിൽ 36 ഡബിൾ പാസ്, 80 മാർക്കാണെങ്കിൽ 42 ഡബിൾ പാസ്. സെക്കൻഡ് ഇയർ നിങ്ങൾ എഴുതി വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് വാങ്ങി ഡബിൾ പാസ് ഈ കുട്ടി സെക്കൻഡ് ഇയറിൽ എന്ത് ചെയ്യും? ഉറപ്പാണ് സാധ്യത കൂടുതൽ. കാരണം എന്ത് വിചാരിക്കും? എനിക്ക് ഫസ്റ്റ് ഇയറിലെ ഡബിൾ പാസ് ഉണ്ടല്ലോ, ഞാൻ എന്തിനാണ്? അപ്പോൾ ഓവറോൾ ഗ്രേഡിനും പെർസെൻറ്റേജ് ബാധിക്കും, നിങ്ങളുടെ അഡ്മിഷൻ അത് ബാധിക്കും, റാങ്കിലൊക്കെ ബാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ അടുത്ത വർഷം സീരിയസ് ആയിട്ട് മുഴുവൻ മാർക്ക് വാങ്ങാൻ നിങ്ങൾ നിൽക്കുക. താഴെ നിങ്ങൾക്ക് ഡബിൾ പാസ് ഏതൊക്കെ സബ്ജക്ട്സിൽ കിട്ടിയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഹാപ്പി ആണെങ്കിൽ ഇപ്പോൾ ഹാപ്പി എന്നും കൂടി പറയാം. ഡബിൾ പാസിൻ്റെ ഹാപ്പിനെസ് നിങ്ങൾ താഴെ കാണിക്കണം. ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ.